ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലകളിലേക്കൊക്കെ പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിലത്തെ ഒരു മികച്ച സ്ഥാപനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അവിടെ എങ്ങനെ അഡ്മിഷൻ നേടാം, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് IHM എന്നുള്ളതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. ലൈക്ക് IHMCT എന്നും പറയും, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. ഈ ഒരു സംഭവം നമുക്ക് തുറന്നിടുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രാജ്യത്ത് ഈ ഒരു കോഴ്സ് പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണിത്. 3 വർഷത്തെ ഒരു BSc കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. മാസ്റ്റേഴ്സ് കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് +2 കഴിഞ്ഞ് പോകുന്നവരുടെ കാര്യം പറയാണ്. 3 വർഷത്തെ ഒരു കോഴ്സ് ഇൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. അത് എങ്ങനെയാണ് ഇനി അതിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് നോക്കിയാൽ NCHM JEE എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കുറേ പേര് ആലോചിച്ച് പോകും. പക്ഷേ NCHM JEE, അതായത് കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, നാഷണൽ കൗൺസിൽ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു JEE പരീക്ഷയുണ്ട്. അത് വെച്ചിട്ടാണ് ഇതിലേക്കുള്ള അഡ്മിഷൻ ഉണ്ടാവുക. 23 IHMകൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരെണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ചെന്നൈയിലൊക്കെ ഉള്ള ഒരെണ്ണം അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ എയിം ചെയ്തിട്ട് പഠിക്കുക, ഇതിൽ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൽ എഴുതേണ്ട എക്സാംസും സാധാരണ നമ്മളിപ്പോൾ +2 കഴിഞ്ഞ പോലെ ഫിസിക്സ് കെമിസ്ട്രി അങ്ങനത്തെ പരിപാടികളൊന്നും അല്ല. ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ഇൻ സർവീസ് സെക്ടർ ഉണ്ട്, അനലിറ്റിക്കൽ എബിലിറ്റി കുറച്ചുണ്ട്, ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, അങ്ങനത്തെ ടൈപ്പ് സബ്ജക്ട്സ് ആണ് ഈ സംഭവത്തിൽ നമുക്ക് ആവശ്യമായിട്ട് വരിക. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് നോക്കുകയാണെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ആലോചിച്ച് അധികം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു IHM ചെന്നൈയുടെ ഫീസ് സ്ട്രക്ചർ കാണിക്കുന്നുണ്ട്. ഭയങ്കരമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ IHM ചെന്നൈയിലൊക്കെ പഠിച്ചിറങ്ങി അതിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസും നമുക്ക് മുമ്പിൽ തുറന്ന് വരും എന്നുള്ളതാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം തന്നെ പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ജനുവരി 25 വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളൂ. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അധികം ചിന്തിക്കേണ്ട, രജിസ്റ്റർ ചെയ്തിട്ട്, കാരണം അധികം സമയമില്ല നമ്മുടെ കയ്യിൽ. പരീക്ഷ 2026 പരീക്ഷ നടക്കാൻ പോകുന്നത് ഏപ്രിലിനാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്.